നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും LDC മെയിൻസിന്റെയും +2 മെയിൻസിന്റെയും ഒക്കെ സിലബസിനെ ബേസ് ചെയ്തിട്ട് 25 മലയാളം ചോദ്യങ്ങൾ, ടോപ്പ് 25 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഭൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇപ്പൊ സിലബസിലൊരു ടോപ്പിക്കാണ് ശൈലി. അപ്പൊ ഭൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സ്ഥാനമോഹികൾ. സ്ഥാനമോഹികൾ. രണ്ടാമത്തെ ചോദ്യം, ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി എന്നതിന്റെ പരിഭാഷ. ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി, ഇതിന്റെ പരിഭാഷ എന്താണ്? അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു. അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു എന്നാണ്. ശാസ്ത്രജ്ഞൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? പിരിച്ചെഴുത്ത് സിലബസിലുള്ള ടോപ്പിക്കാണ്. ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ശാസ്ത്രം അധികം ജ്ഞൻ. ശാസ്ത്രം അധികം ജ്ഞൻ ആണ് ശാസ്ത്രജ്ഞൻ. ഓക്കെ. A man had been condemned to death for murder. A man had been condemned to death for murder. ഇതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു. കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു. A man had been condemned to death for murder. അടുത്ത ചോദ്യം, സാമ്പാർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിയത്? മറാഠി ഭാഷയിൽ നിന്നാണ് സാമ്പാർ എന്ന പദം മലയാളത്തിൽ എത്തിയത്. ഘടകപദങ്ങളിൽ മധ്യത്തിലുള്ള അർത്ഥസിദ്ധങ്ങളായ പദങ്ങൾ ലോപിക്കുന്ന സമാസത്തിന് പറയുന്ന പേര് എന്താണ്? മധ്യമപദ ലോപിയാണ്. മധ്യമപദ ലോപി. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 ഡേയ്സ് ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഈ സമയത്ത് വാങ്ങുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെല്ലാം വാങ്ങാവുന്നതാണ്. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 9 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിലബസിനെ പറ്റി വളരെ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ ഹൈക്കോടതി അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയിട്ട് സെപ്റ്റംബർ 2 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 80 ഡേയ്സ് ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ അൺഅക്കാഡമിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 26 സെപ്റ്റംബറിനും 19 സെപ്റ്റംബറിനും LDC മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മണിക്കാണ്. കൂടാതെ ഫ്രൈഡേസിൽ, സെപ്റ്റംബർ മാസത്തിൽ ഫ്രൈഡേസിൽ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 മണിക്കാണ്. എല്ലാം കയറി ആക്സസ് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്താണ് മധ്യമപദ ലോപി? അതൊരു തൽപുരുഷനാണ്. മധ്യമപദ ലോപി തൽപുരുഷൻ, അതായത് വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമപദം ലോപിക്കുന്ന സമാസം. ഉദാഹരണം പറയാം. തീപ്പെട്ടി, തീ കത്തിക്കാനുള്ള പെട്ടി. അപ്പൊ അവിടെ കത്തിക്കാനുള്ള എന്ന ആ ഒരു വാക്ക് എന്ത് ചെയ്യും? ലോപിച്ചു പോകും. തീപ്പെട്ടി എന്നല്ലേ വരുന്നുള്ളൂ. അത് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ തീ കത്തിക്കാനുള്ള പെട്ടി എന്നാണ് വരുന്നത്. അടുത്തൊരു ഉദാഹരണം, എലിവിഷം. എലിയെ കൊല്ലുന്നതിനുള്ള വിഷം. ആ കൊല്ലുന്നതിനുള്ള എന്നൊരു വാക്ക് മാറി എലി വിഷം മാത്രം എടുത്താണ് എലിവിഷം ഉണ്ടായേക്കുന്നത്. അതുപോലെ മണ്ണെണ്ണ, മണ്ണിൽ നിന്നും ലഭിക്കുന്ന എണ്ണ. മരപ്പട്ടി, മരത്തിൽ കയറുന്ന പട്ടി. ഇതൊക്കെ മധ്യമപദ ലോപിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഘടകപദങ്ങളിൽ മധ്യത്തിലുള്ള അർത്ഥസിദ്ധങ്ങളായ പദങ്ങൾ ലോപിക്കുക അല്ലെങ്കിൽ ഇല്ലാതാവുക, ഈ സമാസമാണ് ഏത്? മധ്യമപദ ലോപി. അടുത്ത ചോദ്യം, ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് കേകാവൃത്തത്തിലാണ്. കേക. ഗണം എന്ന് അർത്ഥം വരാത്ത പദം ഏത്?
ഗണം എന്ന അർത്ഥം വരാത്തത് അശ്മമാണ്. അശ്മം. ഗണം എന്ന അർത്ഥം വരുന്നത് കൂട്ടം ഗണമാണ്. സഞ്ചയം ഗണമാണ്. സംഘാതം ഗണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പാൽമിസ്ട്രി എന്നതിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? പാൽമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഹസ്തരേഖാശാസ്ത്രം. ഹസ്തരേഖാശാസ്ത്രം. അടുത്തത്, I will be there at 2 o'clock without fail. I will be there at 2 o'clock without fail എന്നതിന്റെ ശരിയായ പരിഭാഷ. തീർച്ച ഞാൻ 2 മണിക്ക് അവിടെ എത്തിയിരിക്കും. തീർച്ച ഞാൻ 2 മണിക്ക് അവിടെ എത്തിയിരിക്കും. വന്ന ഉടനെ വീണുപോയി. ഈ വാക്യത്തില് അനുപ്രയോഗം ഏതാണ്? അനുപ്രയോഗം പോയി ആണ്. വീണു എന്ന ക്രിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എന്ന് ചേർത്തു. അതൊരു അനുപ്രയോഗമാണ്. വീണു എന്നത് പ്രാക്പ്രയോഗം, പോയി എന്നത് അനുപ്രയോഗം. ഓക്കെ, അടുത്തത്, നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയ. നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. പേരച്ചം നാമത്തെ വിശേഷിപ്പിക്കാൻ. ഓക്കെ, അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയ. ഉദാഹരണം, കരയുന്ന കുട്ടി. കുട്ടി എന്ന നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ കരയുന്ന എന്നൊരു ക്രിയ ചേർത്തു. അതൊരു അപൂർണ ക്രിയയാണ്. കരയുന്ന ഒറ്റയ്ക്ക് നിന്ന് അതിനർത്ഥമില്ല. കുട്ടിയുടെ കൂടെ ചേർന്നപ്പോഴത്തേക്കും അതിനർത്ഥം കിട്ടി. അപ്പൊ അത് പേരച്ചമാണ്. അടുത്തത്, മട്ടം പ്ലസ് ചട്ടി, മട്ടച്ചട്ടി. സന്ധി ഏതാണ്? സന്ധി ദ്വിത്വസന്ധിയാണ്. ചായക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? ഇരട്ടിപ്പാണ് സംഭവിച്ചത്. അതുകൊണ്ട് ദ്വിത്വസന്ധി. തെറ്റായ രൂപം ഏത്? ഈ തന്നിരിക്കുന്നതില് തെറ്റായ രൂപം ഏതാണ്? മടയത്വം. മടയത്തം ആണ്. മടയത്വം തെറ്റാണ്. ശബ്ദാലങ്കാരത്തിന് ഉദാഹരണം ഏത്? ശബ്ദത്തിന്റെ അലങ്കാരം. ശബ്ദാലങ്കാരത്തിന് ഉദാഹരണം ഏതാണ്? ഈ തന്നിരിക്കുന്ന അനുപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, യമകം, ഇത് മൂന്നും എന്താണ്? ശബ്ദ അലങ്കാരമാണ്. അടുത്തത്, ഭേദകം എന്ന പദത്തിന്റെ അർത്ഥം. ഭേദകം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണം. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം എന്ന് തന്നെയാണ് അർത്ഥം. വെളുത്ത കുട്ടി, കുട്ടിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി വെളുത്ത എന്ന വാക്ക് യൂസ് ചെയ്തു. അപ്പൊ വെളുത്ത എന്ന് പറയുന്നത് എന്താണ്? ഭേദകമാണ്, വിശേഷണമാണ്. അടുത്ത ചോദ്യം, മെത്രാൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിയത്? മെത്രാൻ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലേക്ക് എത്തിയത്. സാമ്പാർ മറാഠി, മെത്രാൻ ഗ്രീക്ക്. അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാര്യം സാധിക്കുക. കാര്യം സാധിക്കുക. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? അരങ്ങു കാണാത്ത നടൻ ആത്മകഥയാണ്. ആത്മകഥ. ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? അറിയാമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. അരങ്ങു കാണാത്ത നടൻ. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് നോക്കാം. നീർ, വാരി, അമ്പു. വഹ്നിയാണ് ജലത്തിന്റെ പര്യായം അല്ലാത്തത്. നീർ, വാരി, അമ്പു എല്ലാം ജലമാണ്. മൂവാണ്ട് സമാസം. മൂവാണ്ട് എന്ന് പറയുമ്പോൾ 3 ആണ്ട് അല്ലെ? 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പൊ അത് ഏതാ? ദിഗു സമാസമാണ്. ദിഗു. ഫ്രണ്ടിൽ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഏതാ സമാസം? ദിഗു സമാസമാണ്. അപ്പം ദിഗു സമാസത്തിന് മറ്റുദാഹരണങ്ങൾ, ഏകദിനം, ഒരു ദിനം. അതായത് ഏകദിനം എന്ന് പറയുമ്പം ഏകം ദിനം. 2 പദങ്ങളുണ്ട്. പൂർവ്വപദവും ഉണ്ട്, ഉത്തരപദവും ഉണ്ട്. പൂർവ്വപദം അതായത് ആദ്യത്തെ പദം ഒരു സംഖ്യയായിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സമാസമാണ് ദിഗു സമാസം. ഏകദിനം, ഒരു ദിനം. ഒരു എന്ന് പറയുന്ന സംഖ്യ. ദ്വിഭാഷ, 2 ഭാഷ. പറഞ്ഞേക്കുന്ന മൂവാണ്ട്, 3 ആണ്ട്. ഇരുവശം, 2 വശം. മുക്കണ്ണ്, 3 കണ്ണ്. ത്രിദോഷങ്ങൾ, 3 ദോഷങ്ങൾ. ത്രിമൂർത്തി, 3 മൂർത്തി. ഇതൊക്കെ എന്താണ്? ദിഗു സമാസമാണ്. അടുത്ത ചോദ്യം, ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം. ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം ഏതാണ്? ചമ്പുവാണ്. ചമ്പു. ഗദ്യവും ഉണ്ട്, പദ്യവും ഉണ്ട് അതിനകത്ത്. മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? വേളൂർ കൃഷ്ണൻകുട്ടിയാണ്. വേളൂർ കൃഷ്ണൻകുട്ടി. അവസാനത്തെ ചോദ്യം, ക്രിയാധാതു, വിധി, ശീലം മുതലായ വിശേഷാർത്ഥങ്ങളെ കാണിക്കുന്നതാണ് ക്രിയാധാതു,
വിധി, ശീലം മുതലായ വിശേഷാർത്ഥങ്ങളെ കാണിക്കുന്നത് ഏതാണ്? വിധായക പ്രകാരമാണ്. വിധായക പ്രകാരം. അപ്പൊ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്യത്തില് ക്രിയാധാതു അതിന്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് പ്രകാരം എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പോ ഇവിടെ വിധായക പ്രകാരമാണ് നമ്മുടെ ഉത്തരവായിട്ട് വന്നിരിക്കുന്നത്. അതായത് ക്രിയാധാതു, വിധി, ശീലം, ഉപദേശം മുതലായവ വിശേഷാർത്ഥങ്ങൾ കാണിക്കുന്നതാണ് വിധായക പ്രകാരം. അതായത് അണം, സത്യം പറയണം, മാതൃഭാഷയെ സ്നേഹിക്കണം, ശിക്ഷ അനുഭവിക്കണം. അണം എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം ഈ ഒരു വിധത്തിലാണ് സംഭവിക്കേണ്ടത്, ഒരു കാര്യം ഇന്ന വിധമാണ് സംഭവിക്കണം എന്ന പ്രസ്താവനയാണ് ഏതെന്ന് പറയുന്നത്? വിധായക പ്രകാരം. അണം എന്ന പ്രത്യയമാണ് എന്നത് ഉപയോഗിക്കുന്നത്. സത്യം പറയണം, ഊണ് കഴിഞ്ഞാൽ ഉറങ്ങണം, ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇതൊക്കെ എന്താണ്? ഒരു ക്രിയാധാതു, ശീലം, ക്രിയാധാതു, വിധി, ശീലം മുതലായ വിശേഷാർത്ഥങ്ങളെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക് യു.